പാലെടുക്കാൻ വേണ്ട സമയം അവള് വരുമ്പോ ഞാൻ എന്താ ചെയ്യാ? ഒറ്റയ്ക്ക് എല്ലാ പണിയും കൂടി എനിക്ക് ആവോ? അയ്യോ, ഒരു ലോഡ് പണികൾ കിടക്കുന്നു. ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യാം, മുറ്റം അടിച്ച്. നീ മുറ്റം അടിച്ചാ? രാമ 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 രാമ. ഗുരുവായൂരപ്പ, അത് ശരിയായി കിട്ടിയാ മതിയായിരുന്നു. ദൈവമേ, അയ്യോ, രാമ 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 രാമ. ഈശ്വര, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണേ. ഒരു തടസ്സമില്ല കിട്ടണേ. കിട്ടിയെന്നുള്ള വാർത്ത എനിക്ക് കേട്ടാ മതി. ഈശ്വര, എന്തമ്മ ഇത്? രാവിലെ അമ്പലത്തിൽ പോയതിനു ശേഷം ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. എന്താ സംഭവം? താഴ്ച നല്ല കഴിക്കേ. എന്ത് കഴിക്കാൻ? എനിക്ക് ഒന്നും കഴിച്ചാൽ അറിഞ്ഞില്ല മോനെ. രാവിലെ മുതൽ ഞാൻ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. നേരെ അമ്പലത്തിൽ പോയത്. 21 പ്രാവശ്യം പ്രദക്ഷിണവും വെച്ചിട്ടാണ് വരുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. എന്ത് ശരിയായി കിട്ടിയാൽ മതി? ജോലി. ഇന്നിപ്പോ ഇന്റർവ്യൂ അല്ലേ. ഈ വഴിപാട് നേരാത്ത സ്ഥലങ്ങളില്ല. എങ്ങനെയെങ്കിലും ഈ ജോലി ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. അത് കിട്ടിയെന്ന് കേട്ടാൽ എനിക്ക് സമാധാനമാവും. എന്താ ചെയ്യ? അതിന് അമ്മ എന്തിനും ഇത്രയും വഴിപാട് കിട്ടുകൂട്ടാൻ നിൽക്കുന്നത്? ജോലി, ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ വേറെ അറ്റൻഡ് ചെയ്യണം. അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? പറയാനൊക്കെ എളുപ്പാ, ഒന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ അറ്റൻഡ് ചെയ്യാന്ന്. പോകുമ്പോ മനസ്സിലായിക്കോളാം അതിന്റെ ബുദ്ധിമുട്ട്. എത്ര കഷ്ടപ്പാടാ മോനെ. അന്വേഷിച്ച് ഒന്ന് കണ്ടുപിടിച്ച് എന്നിട്ട് ഇന്റർവ്യൂ വിളിക്കുന്നവരെ കാത്തിരുന്ന് പിന്നെ അതിന് പോയി അതിന് 100 ചോദ്യം ചോദിക്കും. അതിനൊക്കെ പഠിച്ചിട്ടല്ലേ പോകുന്നത്. പ്രതീക്ഷയോടെയല്ലേ മുമ്പ് പോയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും പിന്നെ അടുത്തതിന് വേണ്ടി തേടി പോകണ്ടേ? സത്യം പറയാലോ, എന്റെ നെഞ്ചങ്ങടെ ഉരുകുക. ഇന്നലെ രാത്രി ഞാൻ ഒരു ഓളം കണ്ണടച്ചിട്ടില്ല. കിട്ടിയെന്നൊരു വാക്ക് അതെനിക്ക് വേണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഓടിയത്. ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാണ്ട്. ഒരമ്മേന്റെ മനസ്സ് തല്ലമ്മേ. അമ്മ, ഈ ജോലി എനിക്ക് ഉറപ്പായിട്ട് കിട്ടും. അമ്മ ഇത്രയും പ്രാർത്ഥിക്കുന്നില്ലേ, അപ്പം ദൈവം അത് കേൾക്കാണ്ടിരിക്കില്ല. അവർ ഉറപ്പായിട്ട് ഈ ജോലി എനിക്ക് തന്നെ തരും. ഇനിയിപ്പോൾ ഒരു 3-4 ആൻസേഴ്സ് തെറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അത് തരാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് ഉറപ്പായിട്ടും കിട്ടും. ഷുവറാ. നിനക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ച്? എന്റെ പൊന്നു ദൈവമേ, എന്റെ പ്രാർത്ഥന മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കല്ലേ. ഞാൻ അവന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച്. എടാ, സുരഭി ഇന്റർവ്യൂവിന് പോകുന്നുണ്ടെന്ന് 3 ദിവസം മുമ്പ് എന്റെ കുട്ടി വിളിച്ചതാ. ടെൻഷൻ അടിച്ചിട്ട്. ഇതെന്തായാലും കിട്ടണം, ഞാൻ അത്ര ആഗ്രഹിച്ചു പോയി. എനിക്കിത് മെസ്സേജ് അവിടെ അല്ല. അത്ര എന്റെ കുട്ടി അവിടെ കാത്തിരിക്കുക. എന്റെ മോക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. നിനക്ക് വേറെ നീ കണ്ടുപിടിക്കേ. ഓ, അവക്ക് വേണ്ടിയായിരുന്നു. അതമ്മേ, എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കല്ലേ. ഞാനിപ്പോൾ ജോലി ഇല്ലാണ്ട് 1 മാസമായിട്ട് കുറേ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നടക്കുക. അവക്കാണ് ഇപ്പോൾ ഒരു ജോലിയുണ്ട്. വേറെ ജോലിക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പം അത് കിട്ടാത്തതാണ് അമ്മയ്ക്ക് ഇത്രയും വലിയ ടെൻഷൻ. സ്വന്തം മോന് ജോലി ഇല്ലെങ്കിലും അമ്മയ്ക്ക് ഒരു ആദിയില്ല കുറിച്ച്. എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. എടാ, നിന്നെ പോലെയാണോ അവള്? എന്റെ കുട്ടി 15,000-ത്തിനാണ് ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേരൊക്കെ വളർന്നു വരികയല്ലേ. ഇതിപ്പം 40,000 അവർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വർഷം എന്തൊക്കെയോ ഇൻക്രിമെന്റോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മോനെ അവളെ ജീവിതം രക്ഷപ്പെടും. അതല്ലേ എനിക്ക് ഇത്രയും ആദി. അപ്പൊ എനിക്കോ? നിനക്ക് എന്ത്? 1 മാസമല്ലേ ആയിട്ടുള്ളൂ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. കിട്ടുന്നില്ലെങ്കിൽ അന്വേഷിച്ച് പോണം. ഒരു 3-4 മാസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒന്ന് കിട്ടും. ഇതിപ്പോ ഇവിടെ തന്നെ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. ചെക്കന്മാര് പോകുന്നില്ലേ ബാംഗ്ലൂരും പൂനെയും ഹൈദരാബാദും ഡൽഹിയും. ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളുണ്ട്. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗൾഫിൽ പോകണം. എന്തിപ്പോ അത്? അവൾ അങ്ങനെയാ? അവക്ക് വീടിന്റെ അടുത്ത് സൗകര്യത്തിൽ കിട്ടണം, ബസ് പോകാൻ പറ്റണം, ദൂരമായിരിക്കണം, വൈകുന്നേരം 4 മണിയായിരിക്കും വീട്ടിലെത്തണം, പിള്ളേർ വരില്ലേ സ്കൂള് കഴിഞ്ഞിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അവക്കുള്ളത്. നീ എവിടെ പോയാലും ഇപ്പൊ എന്താ? ലോകം മുഴുവൻ അലഞ്ഞ് ആൺപിള്ളേർക്കൊക്കെ ശീലം ഇല്ലെങ്കിൽ അങ്ങ് ഉണ്ടാക്കണം. അത്ര തന്നെ. അത് ശരിയാ. കുടുംബം നോക്കുന്നത് നാട് മുഴുവൻ അലട്ടല്ലേ. എന്റെ ഫോണൊന്ന് റീചാർജ് ചെയ്ത് തന്നിട്ട് പോട്ടോ. എനിക്ക് അവളെ വിളിക്കാനുള്ളതാ. ഇതിപ്പോ 10 മണിയാകുമ്പോഴേക്കും ഇതിന്റെ തീരുണ്ട് ബാലൻസ്. മറക്കണ്ട. ഓ രാമ 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 രാമ. എന്റെ മോള് വിഷമിപ്പിക്കല്ലേ, എന്റെ മോളെ സങ്കടപ്പെടുത്തല്ലേ, എന്റെ മോക്ക് വിഷമം കൊടുക്കല്ലേ, എന്റെ മോക്ക് ജോലി കിട്ടണേ.
എന്റെ പ്രാർത്ഥന മുഴുവൻ മോക്ക് വേണ്ടിയാണ്. ദൈവമേ, അറിയാണ്ട് ആ ചെക്കനാന്ന് വിചാരിക്കട്ടെ. ദൈവമേ, ഇതെന്താ കഥ? എങ്ങനെയാണോ അത് പരിപാടിക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വന്ന അതുപോലെ തന്നെ അങ്ങോട്ട് തുണിയിടുക? ഇതൊക്കെ ആര് കഴുകിയെടുക്കുന്ന വിചാരിച്ചിട്ടാ? എത്ര ഉണ്ട് ഇവിടെ കിടക്കുന്നത്. മക്കളുള്ളതും അതും ഇതും ഒക്കെ ഉണ്ട്. ഇത് എന്റെ മുണ്ടുണ്ട്, ഇത് അവിടെ തന്നെ അവിടെ കിടക്കുന്നു, അത് ഓർത്ത് കിടക്കുന്നു. നിനക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടൂടെ? ഇന്നലെ രാത്രി നമ്മൾ ഒരുപാട് ലേറ്റ് ആയില്ല അമ്മ വരാൻ. മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടതാ. പിന്നെ രാവിലെ ആണെ കറണ്ടും പോയി. നമുക്ക് രണ്ടാമതും കൂടിയിട്ട് അതൊന്ന് കഴുകിയെടുത്താലോ? ഞാൻ കഴുകിയിടാനോ? നല്ല കാര്യമായി. ഈ 3 ദിവസത്തെ യാത്രയ്ക്ക് അവൻ അത്രയും നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നതാ. അല്ല, ഞാൻ വരില്ലായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇല്ലേ തന്നെ കൈയും കാലും വേദന. അതിന്റെ ഇടയ്ക്ക് അത്രയും ദൂരം ആ കാറിൽ ഇരുന്ന് തിരിച്ചെത്തുമ്പോഴത്തേന്റെ കാലനക്കാൻ വയ്യ. ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ ഞാൻ ഈ തുണി അലക്കാൻ വരിക? എന്നെ കൊണ്ട് പറ്റില്ല മോളെ. നീ കുറച്ച് കഴിഞ്ഞിട്ടോ കറണ്ട് വന്നിട്ട് എപ്പോഴെങ്കിലും അലക്കിയിട്ടു. എനിക്ക് ഒന്നിനും ആവില്ല. എന്നാ പിന്നെ കറണ്ട് വരട്ടമ്മേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കറണ്ട് വന്നിട്ടേ തുണികളൊക്കെ മെഷീനിലിടാം. രാവിലെ ഒന്ന് അടുക്കളയിൽ പോലും കയറിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടനോട് വാങ്ങിക്കൊണ്ടുവരാൻ പറയാം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പണിയെടുക്കാൻ പഠിച്ചിട്ട് ഓരോരോ കാരണങ്ങൾ പറയുന്നു. അയ്യോ, നിൽക്കുമ്പോഴെല്ലാം എന്റെ കാലം അങ്ങോട്ട് പൊളിയുന്ന പോലെ. നീ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിത്താ. എന്നുവെച്ചാൽ കുടിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അവിടെ പോയി ഒന്ന് കിടക്കട്ടെ. ഒരു ഗ്ലാസ് ചായ അടുക്കളയിൽ പോയി ഉണ്ടാക്കി കൊണ്ടുപോവാ. അവൻ ഞാൻ ചായ ഉണ്ടാക്കി തരാം. എനിക്ക് ഭാവിക്ക് കുറുക്കും ഉണ്ടാക്കാനുണ്ട്. പിന്നെ കുഞ്ഞെഴുന്നിട്ട് ഒന്ന് നോക്കണമേ. ചെറുതായിട്ട് പനിക്കുന്ന പോലെ ഉണ്ട്. ഇന്നലെ രാത്രി ഒരു പോൾ അവള് കണ്ടുവച്ചിട്ടില്ല. നീ പൊയ്ക്കോ, കുഞ്ഞിനെയൊക്കെ ഞാൻ നോക്കാം. കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ തന്നെയായി. മഞ്ഞത്തും വെയിലത്തും ഒക്കെ കുറെ നടന്നല്ലേ, പനിയൊക്കെ വരും. ഒന്നും വലിയ സംഭവമൊന്നുമല്ല. ആദ്യം പോയിട്ട് ചായ ഉണ്ടാക്കുക, വലിയവരെ തലവേദന മാറ്റാൻ നോക്ക. മര്യാദക്ക് എനിക്ക് തന്നെ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. എന്നോടാണ് കുഞ്ഞിനെ നോക്കുമെന്ന് പറയുന്ന, തുണി അലക്കാൻ പറയുന്ന. കരഞ്ഞു. കുട്ടി കരയുന്നു, നീ ഒന്ന് വന്ന് നോക്ക്. ഞാൻ എടുക്കാനോ? കൈയും കാലും വേദനിച്ചിട്ട് അനങ്ങാൻ വയ്യ. എന്റെ കയ്യിൽ പൊങ്ങില്ല. ഇപ്പൊ തന്നെ ഫുള്ള് നീര്, ഒരു ഭാഗമില്ല ബാക്കി. നീ പോയി എടുക്കതിനെ. കുഞ്ഞിനെ ഞാൻ എടുത്തിട്ട് എവിടെ കിടക്കാനാ? എന്തമ്മീ പറയുന്നത്? എടാ, അവള് പറയും എന്നോട് കുഞ്ഞിനെ എടുക്കാൻ. എനിക്ക് പറ്റുമോ? അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. നീ പോയി ഒന്ന് എടുക്ക്. കുഞ്ഞിനെടുക്കേണ്ട കാര്യം വന്നാൽ അമ്മയ്ക്ക് എവിടെ ഇല്ലാതെ കൈവേദന വരും. കെട്ടിയവനും കെട്ടിയോളും കൂടി എന്നോട് നോക്കാൻ പറയുന്നത്. ഞാൻ പോയി കിടക്കട്ടെ, അതാ നല്ലത്. ഇവിടെ അടുത്തിരുന്നെ ഓരോരോ പണി പറയും. ഞാൻ ചായ കുടിക്കുക. നീ ചായ കുടിച്ചോ? ഇവിടെ ഒരുത്തി ഒന്നും ആക്കിയിട്ടില്ല. നല്ലൊരു ടൂറ് പോയെന്ന് പറഞ്ഞിട്ട് ആ ചെക്കനെ കൊണ്ട് ഭക്ഷണം വാങ്ങണം എന്ന് പറഞ്ഞിരിക്കുക. എന്തൊരു അവസ്ഥയാ അത്. അടുക്കളയിൽ കയറിക്കാൻ അവൾക്കൊന്ന് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തുകൂടെ? ഇതാണ് ഇവിടുത്തെ കാര്യം. അവിടെയൊന്നും ആക്കിയില്ല. അതൊന്നും ആക്കൊന്നും വേണ്ട, പതുക്കിയൊക്കെ ചെയ്താൽ മതി. എന്ത് 5 മണിക്ക് എഴുന്നേറ്റിട്ട് പിള്ളേർക്ക് അടുക്കളയിൽ കയറി, പണ്ടത്തെ കാലം അത്. നീ ഒന്നും ചെയ്യൊന്നും വേണ്ട. അവനോട് എന്തെങ്കിലും വാങ്ങിത്തരാൻ പറ ഹോട്ടലിൽ നിന്ന്. ഇങ്ങോട്ടേക്കോ? എപ്പോ? ഇപ്പൊ വരുന്നുണ്ടോ? എന്ത് പ്രശ്നം? മക്കളെ കാണാൻ തോന്നിയിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല. എന്നാ പിന്നെ നീ വാ. ആയിക്കോട്ടെ, വാ. എന്നാ ഇവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ ചെയ്യട്ടെ. ഞാൻ അവളെ നോക്കി ഒന്നും ആകില്ല. ശരി ശരി. ചായയൊക്കെ പിന്നെ കുടിക്കും. ഒന്നും നടക്കൂല. ഇവളാണെ അടുക്കളയിലും കയറിയിട്ടില്ല, അടിച്ചും തുടച്ചിട്ടില്ല. എന്റെ മോള് വരികയാണല്ലോ ദൈവമേ. ശ്രുതി, എന്റെ മോള് വരുന്നുണ്ട്. ഇവളെ ഒന്ന് വിളിച്ചിട്ട് കിട്ടണമില്ല. ഇത് എവിടെയാണിത്? ശ്രുതി, ഇവിടെ അടുക്കളയിലും ഇല്ലേ? നീ എവിടെയാണ്? കുഞ്ഞിന് പാല് കൊടുക്കുക. കുട്ടിക്ക് പാല് കൊടുക്കേ? പാല് കൊടുക്കാൻ വേണ്ട സമയം. അവള് വരുമ്പോ ഞാൻ എന്താ ചെയ്യാ? ഒറ്റയ്ക്ക് എല്ലാ പണിയും കൂടി എനിക്ക് ആവോ? അയ്യോ, ഒരു ലോഡ് പണികൾ കിടക്കുന്നു. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, മുറ്റം അടിച്ച്. നീ മുറ്റം അടിച്ചാ? ഇല്ല. അതാണ് ഞാൻ മുറ്റമൊക്കെ അടിച്ചെന്ന് കഴുകി വിട്ടല്ലേ. എന്റെ മോക്ക് ആകെ ദേഷ്യം വരും. അവർക്ക് നല്ല വൃത്തിയും വെടുപ്പുള്ള കൂട്ടത്തില. അയ്യോ, ഈ അടിച്ചു വാരലും തുടക്കലൊക്കെ കൊണ്ട് ഞാൻ എപ്പോ അടുക്കളയിൽ കയറാനാ? ഇവളാണെങ്കിൽ ഈ പാല് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ സമയം അതിന് അങ്ങോട്ട് പോകും. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. നമ്മുടെ പെൺമക്കൾ വരുമ്പോൾ നമ്മളല്ല എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എന്താ ഒരു അവസ്ഥയാണ് എല്ലായിടത്തും. അയ്യോ, അമ്മ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു പറ? അടിച്ചു വാരല് തുടക്കൽ ഇഷ്ടം പോലെ പണി കിടക്കുന്നു. അശ്വതി വരെയാണ്. അതിനിപ്പോ എന്തമ്മേ, അവള് വന്നോട്ടെ. അമ്മയല്ലേ പറഞ്ഞേ അമ്മയ്ക്ക് കൈവേദനയാണ്, കാലുവേദനയാണ്, എഴുന്നേക്കാൻ വയ്യാന്ന്. പിന്നെ നിന്നെ കഷ്ടപ്പെട്ട് ഈ പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്. കൈവേദനയും കാലുവേദനയും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവള് വരുമ്പോഴേ എല്ലാം കുറച്ച് വൃത്തിയും വെടുപ്പിലും ഒക്കെ കാണണം. കൈയും കാലും വേദന എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ കാര്യങ്ങൾ നടക്കുവോ?
നല്ല അമ്മ. മോള് വരാന്ന് പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴത്തേനും ഇത് കൈവേനില്ല കാലുവേനില്ല ഒരു കുഴപ്പമില്ല, ഉഷാറായി നിന്ന് പണിയെടുക്കുന്നുണ്ട്. അത് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, വന്ന് കഴിക്കാൻ നോക്ക്. ഫുഡാന്ന് എനിക്ക് അറിഞ്ഞില്ല മോനെ. എനിക്ക് ഇത് പണിയൊക്കെ ഒന്ന് തീർക്കണം. തുണികളുണ്ട് അവിടെ കിടക്കുന്നു. നിന്റെ കെട്ടികൾ എന്നെയും കാത്ത് കഴുകാൻ വേണ്ടി. നിന്നോട് സംസാരിച്ച് നിന്റെ സമയം അങ്ങോട്ട് പോകും. മതി അടിച്ചു മാരിയും തുടച്ചു. ഏകദേശം ഒക്കെ ആയിട്ട് ഞാൻ തുണികളൊന്ന് കഴുകിയിട്ടെ. എന്തൊരു കഷ്ടാണ്. രാവിലെ ഒരടി പോലും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മൂലയ്ക്ക് ഇരുന്ന ആളാ ഇപ്പൊ നമ്മ ഓടി ചാടി നടന്ന് പണിയെടുക്കുന്നു. എന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഓടാൻ അറിയാം. ഇങ്ങനാണെങ്കിൽ അവൾ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും നല്ലത്. അയ്യോ, ഈ തുണികൾ മുഴുവൻ ഞാൻ എന്ത് ചെയ്യും നോക്ക. നീ ഒന്ന് കഴുകിടോ. അല്ലെ വേണ്ട, ഞാൻ തന്നെ കഴുകാം. അവളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൊന്നുമില്ല. എന്റെ അമ്മയൊന്ന് പതുക്കെപ്പോ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വല്ല വയ്യായി വന്നിട്ട് പിന്നെ കൊടുങ്ങും. നീ മോളെ ചെക്ക. എന്റെ മോള് വരുമ്പോ എനിക്ക് എന്ത് വയ്യായില്ല ഒന്നുമില്ല. എന്റെ പൊന്നു മോളെ നോക്ക ഞാനില്ല ഇവിടെ. എനിക്ക് അടിച്ചു വാരി തുടച്ചു, പാത്രങ്ങള് കഴുകി, അടുക്കള പണിയും കഴിഞ്ഞു. സമയം പോകുന്നില്ലല്ലോ. അത്ര നേരമായിട്ടും എത്തിയിട്ടില്ല. നമ്മളവിടെ എന്തെടുക്കുക? ബസ് എങ്ങാനും വൈകിട്ടുണ്ടാവും. ബസ്സാണെങ്കിൽ സമയത്തിനൊന്നും കിട്ടും. എടാ കള്ള വാ വാ. ധാരാണ് അമ്മമ്മേന്റെ കുട്ടി വന്നു. ബസ്സിന് വന്ന്. അമ്മ എവിടെ? അമ്മയോട് ഒരു ആന്റീനോട് സംസാരിച്ചു. അയ്യോ, നിന്റെ അമ്മയ്ക്ക് അങ്ങനെയാണ്. അതൊക്കെ ബാഗൊക്കെ മാറ്റി എത്ര ദിവസം. അതിന്റെ പൊന്നു മോനെ ഞാൻ എടുത്തിട്ട് യൂവി അവിടെ നിൽക്കട്ടെ. യൂവി അവിടെ നിൽക്കട്ടെ. എനിക്ക് ഇത്തിരി കുരുത്തക്കേട് കൂടുതലാ. ആടാ എന്റെ പൊന്നുമോ. വാടാ, അമ്മമ്മ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. വാ വാ വാടാ. മോന് പായസം ഇഷ്ടാണ്. ചാക്കരക്കുട്ടി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പായസം അങ്ങനെ. നിന്റെ അമ്മയ്ക്ക് മര്യാദയ്ക്ക് സമയത്തിന് വന്നൂടെ? ആ, ഇവരെത്തിയോ? അമ്മ അവൻ വലിയ കുട്ടികളെ ചെറുതൊന്നല്ലോ. അവനെടുത്തിട്ട് സ്റ്റെപ്പ് കയറാൻ നിൽക്കണ്ട, എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലോ? എന്താടാ എന്റെ കുട്ടീനെ ഞാൻ എടുത്താല്? എത്ര വലുതായാലും എന്റെ കുഞ്ഞ് എനിക്ക് എന്റെ ചെറിയ കുഞ്ഞ് തന്നെയാ. എന്റെ പൊന്നു മോനെ, എന്റെ കയ്യിൽ നിന്നാണ് കിടന്നാണ് കുഞ്ഞ് വളർന്നത്. അതറിയോ? എന്റെ മോൻ 1 വയസ്സാകുമ്പോ ഒരു പനി വന്നു. ഡോക്ടറെയും കിട്ടാൻ വഴിയില്ല. ഭയങ്കര മഴ. അമ്മമ്മ ഓടി കുട്ടീനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക്. എന്നാ ചെറുത് കയറി വരുന്നത് ചിരിക്കണ്ട. അതിന് അങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ട്. ഈ കുട്ടീനെ ആരെങ്കിലും വന്ന് എടുക്ക്. എനിക്ക് അതിനെ എടുത്താൽ കൈ വേദനിക്കും. നീ കേറല്ലേ. എടുക്കണം നോക്കി നിൽക്കാണ്ട് നിന്റെ കുട്ടീനെ. അതിനെടുത്ത എന്ത് പ്രത്യേക കൈ വേദനയാ. അയ്യോ അയ്യോ, കേറടാ കേറ. എന്റെ കുഞ്ഞിനമ്മ ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഒരു കളിപ്പാട്ടം വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. കാണിച്ചു തരാട്ടോ. എന്താ മോനെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? അവക്കിപ്പോ എന്തെങ്കിലും കൊടുക്കണ്ടമേ. അവള് വീട് പണിയല്ലേ. എന്റെ കയ്യിലാണെങ്കിലും അധികം പൈസയൊന്നുമില്ല. എന്റെ കുറെ ഫ്രണ്ട്സിനോടും ചോദിച്ചു. എല്ലാരും നല്ല ടൈറ്റിലാ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. എന്തിനു കൊടുക്കുന്ന? അവൾ നിന്റെ അടുത്ത് ചോദിച്ചാ? അല്ലെങ്കിൽ അവര് വീട് എടുക്കണം, അത് അവരുടെ സൗകര്യത്തിനല്ലേ അവർ വലിയ വീടൊക്കെ എടുക്കണം പറഞ്ഞിട്ട് എടുക്കുന്നത്. അത് നമ്മൾ എന്തിനു കൊടുക്കണം മോനെ? അവൾക്കും ജോലി അവനും ജോലി. അല്ലെങ്കിൽ നിന്റെ എവിടുന്നാ പൈസ? നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നത്. അവളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവൾക്ക് വേണ്ട സ്വത്തും കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ കാര്യങ്ങൾ അവര് നോക്കിക്കോട്ടെ. നീ എങ്ങനെയും 10 രൂപ ഉണ്ടെങ്കിൽ നിന്റെ കാര്യം നോക്കാൻ നോക്ക്. കിട്ടുന്നൊക്കെ പെങ്ങള് എന്താവശ്യത്തിന് കൊടുക്കുന്നത്? എന്നാലും അതിപ്പോ എങ്ങനെയാ ശരിയാവുക? സ്വന്തം പെങ്ങളല്ലേ ഒന്നല്ലേലും. ഞാനൊന്നും കൊടുത്തില്ലെങ്കിലും അളിയന് വീട്ടുകാർ എന്ത് വിചാരിക്കും? മോശമല്ലേ നമുക്ക്? അവളെന്തേലും വലുത് എന്റെ പ്രതീക്ഷിക്കുന്നുണ്ടാവുമേ. എന്തിനാ അവള് പ്രതീക്ഷിക്കുന്നത്? നിന്റെ ഭാര്യ പ്രസവിച്ചു വന്നില്ലേ കുഞ്ഞിനെ? എന്തെങ്കിലും അവള് കൊണ്ടു തന്നോ? 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വേണ്ടില്ലേ വന്നില്ല? ഇത്ര നല്ലൊരു ഉടുപ്പും. ആ കുട്ടിക്ക് ഉടുപ്പിടുമ്പോ അങ്ങോട്ടും കൊള്ളുന്നില്ല ഇങ്ങോട്ടും കൊള്ളുന്നില്ല. അതിപ്പോ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു. പെങ്ങന്മാരാണെങ്കിലും അങ്ങോട്ടുണ്ടെങ്കിലേ ഇങ്ങോട്ടും ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്. ഇനിയിപ്പോ ഒന്നും കൊടുക്കാതിരിക്കണ്ട. അവളുടെ മെയിൻ പാർപ്പാകുമ്പോ എന്തായാലും നിന്നെ അറിയിക്കുമ്പോ ഒരു കാര്യം ചെയ്യ്. ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം. നീ കുറച്ച് ഹൽബിയും വാങ്ങിക്കോ. എന്തെങ്കിലും ഒരു മധുരം കൊണ്ട് കൊടുത്തിട്ട് വരിക നമുക്ക്. അത്ര തന്നെ. എന്നാലും അമ്മ, നമ്മുടെ ഇല്ലായ്മയൊന്നും നമ്മൾ അവളെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക തന്നെ വേണം. ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് പണം കായ്ക്കുന്ന മരമൊന്നും അല്ലാലോ. നീ എത്ര കൊടുത്ത്? കല്യാണത്തിന് ആവശ്യത്തിന് സ്വർണം കൊടുത്തു. നല്ല പോലെ പ്രസവിച്ച് അയക്കുകയും ചെയ്തു. ഇനിയും പറഞ്ഞ എവിടെ നിന്ന് കൊടുക്കണ്? അല്ലെ പിന്നെ അങ്ങനത്തെ പെങ്ങളായിരിക്കണം. ആങ്ങളേക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഓടി വാരി കോരി എന്താ ആങ്ങളെ നീ വിഷമിക്കേണ്ട, നിനക്ക് എന്താ വേണ്ട സഹായം ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ നീ അതിനനുസരിച്ച് ജീവിച്ചാൽ മതി. നിനക്കും ജീവിക്കണ്ടേ? നിനക്കും മുന്നോട്ട് പോകണ്ടേ? അവർക്ക് മാത്രം മതിയോ?
എന്നാലും അമ്മേ ഈ കാര്യങ്ങൾക്ക് അവളെ എങ്ങനെ വിളിച്ച് പറയാ? നീ സമാധാനിച്ചിരിക്കേ, കാര്യങ്ങളൊക്കെ ഞാൻ അവളിന് ഫോൺ വിളിച്ച് സംസാരിച്ചോളാം. മെല്ലെ ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. പെങ്ങള് പറഞ്ഞുള്ളതൊക്കെ കൊടുക്കാൻ നിൽക്കുന്നു. വാട്ടോ, നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് വാഷ് ചെയ്യാം. ഇനി കുറച്ച് ഡ്രസ്സ് അമ്മ ഇവിടെ ഇട്ടിട്ടുണ്ട്, അതും കൂടി എടുക്കട്ടെ. കുട്ടീൻ്റെ ഡ്രസ്സ് അമ്മ ഇവിടെ ഇട്ട് പോയതാ, ഇത് കൂടി ചെയ്യാം. നീ എന്തേ കുഞ്ഞിനെ ചെയ്യാൻ നിൽക്കുന്നത്? ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് അലക്കിയിട്ടെന്ന് പറഞ്ഞിട്ടാമേ. ഇന്നലെ കല്യാണത്തിന് പോയി വന്നതല്ലേ, ആകെ മുഷിഞ്ഞിരിക്കുക. ഇത്രയും നേരം കുഞ്ഞിനെ നോക്കി അടുക്കളയിൽ ഓരോരോ പണി ചെയ്തല്ലേ മോളെ? നീ അത് അവിടെ അങ്ങിട്ടേ, ഞാൻ ചെയ്തോളാം. അയ്യോ അത് വേണ്ടമ്മേ, ഇതൊക്കെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ളതാ, കുറച്ച് സമയം എടുക്കും, ഞാൻ തന്നെ ചെയ്യാം. എന്നാ പിന്നെ കുഞ്ഞിനെ ഇങ്ങ് താ മോളെ. എന്താ ഇവിടെ ആരുമില്ലേ കുട്ടിനെ എടുക്കാനൊന്നും? അതിനെ എടുത്തുകൊണ്ട് പണിയെടുക്കുന്നത്? വാട സ്വത്തേ വാട, അച്ഛമ്മ എടുക്കട വാടാ, വാട പൊന്നെ, എന്റെ പൊന്ന് വാടാ വാടാ. അമ്മ വേണ്ട, അത് തന്നേ മോളെ, ഞാൻ അലക്കിക്കോളാം. അത് നിക്കില്ല, നീ എടുത്തോ, കൊണ്ടേക്ക് താഴേക്ക്. എന്റെ ഇനി അച്ഛമ്മേടെ പോണില്ല, ഞാൻ എന്തെങ്കിലും ഞാൻ അലക്കിക്കോളാം. ഷാമ്പിലിട്ട് കഴുകണം. അത് എങ്ങനെ കഴുകണ്ടേ? ഷാമ്പൂല് ഇട്ട് ഞാൻ കഴുകിക്കോളാം. മോള് വയ്ക്കോ, താഴേക്ക് വയ്ക്കോ. എടാ അമ്മയോടെ പോയി? അമ്മയുടെ തുണി അലക്കുന്നു. തുണി അലക്കേ? ആ, എന്റെ ഡ്രസ്സാ. ഞാൻ വാവേനെ എടുത്തിട്ട് അത് അലക്കാൻ പോയപ്പോഴേ അമ്മ പറഞ്ഞു, നീ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്ത്, ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കൊടുക്ക്, ഞാൻ ചെയ്തോളാം. കുഞ്ഞിനെ ഉറക്കിയിട്ട് ഞാൻ അലക്കാന്ന് പറഞ്ഞു പോകുമ്പോ അതിനും സമ്മതിക്കുന്നില്ല, നീ വേറെ എന്തെങ്കിലും ചെയ്തോ. നല്ല അമ്മായിമ്മ. അതുകൊണ്ട് ഇപ്പൊ എന്താ, നിനക്ക് സുഖായില്ലേ? അതിൽ എവിടെ കിട്ടും ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മായിമ്മ? നിന്റെ ഭാഗ്യം, അല്ലാണ്ട് എന്ത്. അത് ശരിയാ, അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ പോയാല് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അമ്മ എൻ്റെ പുറകെ നടന്ന് ഓരോന്ന് വഴക്ക് പറഞ്ഞോണ്ട് നടക്കും. ഇവിടെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഏട്ടൻ വാ, ഞാൻ ചായ എടുത്ത് വെക്കാം, അമ്മയ്ക്കും കൊടുക്കട്ടെ. ആ എടുത്തു വെക്ക്, ഞാൻ വരാം. അല്ല, നിനക്കെന്തിനു പറയാത്ത പിന്നെ ദേഷ്യം വരുന്നത്? അവന്റെ അടുത്ത് ഉണ്ടാകുമ്പോഴേ നല്ല പോലെ തന്നതല്ലേ നിനക്ക് ഇഷ്ടം പോലെ. ഇപ്പൊ അവന്റെ അടുത്ത് ഇല്ല. ഇവിടെയും കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? നിനക്ക് എത്ര അങ്ങോട്ട് തന്ന്? അല്ല, 1 രൂപ പോലും നീ ഇങ്ങോട്ട് അവനൊരു സഹായം ചെയ്യ്, അപ്പൊ എനിക്ക് വേണ്ടതെല്ലാം പറഞ്ഞ് അവരുടെ ഞാൻ വാങ്ങിച്ചു തരാം. ഇത് വെറുതെ അങ്ങോട്ടും എന്ന് പറഞ്ഞ എന്റെ കുട്ടി എവിടെ നിന്ന് എടുത്തു തരാനാ? അവനും ഇല്ലേ ഒരു കുട്ടിയും കുടുംബവും ഒക്കെ ജീവിതമൊക്കെ. നല്ല കാര്യമായി. നീ ഒരു കാര്യം ചെയ്യ്, കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വാ, വന്നിട്ട് ഒരാഴ്ച ഇരുന്നിട്ട് പോ. ഓ അത് ശരി. അപ്പൊ നീ പൈസക്ക് വേണ്ടി മാത്രമാണ് അവനെ സ്നേഹിക്കുന്നത്? പൈസ ഇല്ലെങ്കിൽ ആങ്ങളെ വേണ്ട? നല്ല പെങ്ങളാണ് കേട്ടോ നീ. മോളെ, നീ ഇങ്ങോട്ട് വാ. ആദ്യം ഇവിടെ വന്ന് എനിക്ക് കുട്ടികളെയൊക്കെ കാണാൻ തോന്നുന്നു. വന്ന് ഇവിടെ ഒരാഴ്ച ഇരിക്കി. അല്ലാണ്ട് പൈസ പറഞ്ഞ് നടക്കണ്ട. ഇപ്പൊ എന്തായാലും ആവശ്യത്തിന് നിന്റെ പൈസ ഉണ്ടല്ലോ, നീ അതുകൊണ്ടൊക്കെ ചെയ്യ് കാര്യങ്ങള്. പിന്നെ ഈ പൈസ കൊണ്ട് ഉണ്ടാക്കേണ്ടതൊന്നും അല്ല മോളെ ഈ ആങ്ങളും പെങ്ങളുള്ള ബന്ധം. അത് അതിനേക്കാളും വലുതാ. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്, മക്കളിനെ കൂട്ടിട്ടേ ഇവിടെ വന്ന് ഒരാഴ്ച ഇരിക്കി. അപ്പൊ അവനും മനസ്സിനൊരു സമാധാനമാകും. വന്ന് സന്തോഷത്തോടെ ഇരുന്നിട്ട് പോ. നീ വാ മോളെ ഇങ്ങോട്ടേക്ക്. ആ ശരിയെന്നാ, ശരി. ആ ആയിക്കോട്ടെ. എന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ് ഞാൻ വെറുതെ അമ്മ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന കണ്ടപ്പോഴേ ഇവിടെ നിന്നതാ. അശ്വതിന്റെ വീട് പണിക്ക് പൈസ കൊടുക്കാനില്ലായിരുന്നല്ലോ, അപ്പൊ അവൾക്ക് വിഷമായെന്നാ തോന്നുന്നത്. ആ പിണക്കം മാറ്റാൻ വേണ്ടിട്ട് അമ്മ വിളിച്ചോണ്ടിരിക്കുക. അത് ശരി. അല്ലെങ്കിലും ഈ ലോകത്ത് ഏത് അമ്മമാർക്കാ സഹിക്കാൻ പറ്റുക ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റിയിരിക്കുന്നത്? ഇതാ പറയുന്നേ, ഇങ്ങനെ ഒരു അമ്മ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അമ്മ നന്നായ കുടുംബം നന്നായി, കേട്ടിട്ടില്ലേ? ശരിയാ, ഇങ്ങനെ ആൺമക്കള് പെൺമക്കളെന്ന് വേർതിരിവില്ലാണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിലേ ആ വീട് ശരിക്കും സ്വർഗമായിരിക്കും.